ഇറ്റലിയിൽ നിന്നും ധാരാളം പാസ്ത കയറ്റുമതി ചെയ്യുന്നു. ഇംഗ്ലീഷ് എളുപ്പമാണ്. നിങ്ങളുടെ മക്കൾ വളരെ ബുദ്ധിയുള്ളവരാണ്. ഈ ചീസ് രുചികരമാണ്. നിങ്ങളുടെ വസ്ത്രം വളരെ മലിനമാണ്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ അനവധി തവണ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലേ. പക്ഷെ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലേ. വളരെ വളരെ സിമ്പിൾ ആയി നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കാം അല്ലേ. ഇറ്റലിയിൽ നിന്നും നോക്കി നോക്കൂ. ഇറ്റലിയിൽ നിന്നും ധാരാളം പാസ്ത കയറ്റുമതി ചെയ്യുന്നു. A lot of pasta is exported from Italy. എന്താണ്? A lot of pasta is exported from Italy. കണ്ടോ? നോക്കി നോക്കൂ. ഇറ്റലിയിൽ നിന്നും ധാരാളം പാസ്ത കയറ്റുമതി ചെയ്യുന്നു. A lot of pasta is exported from Italy. ഇംഗ്ലീഷ് എളുപ്പമാണ്. ഇംഗ്ലീഷ് ഈസ് ഈസി. എന്താണ്? ഇംഗ്ലീഷ് ഈസ് ഈസി. അടുത്തെന്താണ്? നിങ്ങളുടെ മക്കൾ വളരെ ബുദ്ധിയുള്ളവരാണ്. യുവർ ചിൽഡ്രൻ ആർ വെരി ഇന്റലിജന്റ്. എന്താണ്? യുവർ ചിൽഡ്രൻ ആർ വെരി ഇന്റലിജന്റ്. ഈ ചീസ് രുചികരമാണ്. ദിസ് ചീസ് ഈസ് വെരി ടേസ്റ്റി. This cheese is very tasty. നിങ്ങളുടെ വസ്ത്രം വളരെ മലിനമാണ്. Your clothes are very dirty. എന്താണ്? Your clothes are very dirty. കണ്ടോ? വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹം ഒട്ടനവധി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പക്ഷെ അത് പുറത്തേക്ക് വരില്ല. കാരണം എന്താണ്? പേടിയാണല്ലേ. ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുക, ഞാൻ ആരോട് സംസാരിക്കുക, ഇനി ഞാൻ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് തെറ്റിയാൽ എന്നെ കളിയാക്കുമോ, എനിക്ക് ഇങ്ങോട്ട് എന്താ പറയാ വൊക്കാബുലറീസ് ഒന്നും കിട്ടുന്നില്ലല്ലോ, പദസമ്പത്തൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വളരെയധികം പേടിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് അല്ലേ. ഇതുപോലെ നിങ്ങൾ സിമ്പിളായി പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. ഇറ്റലിയിൽ നിന്നും ധാരാളം പാസ്ത കയറ്റുമതി ചെയ്യുന്നു. എ ലോട്ട് ഓഫ് പാസ്ത ഈസ് എക്സ്പോർട്ടഡ് ഫ്രം ഇറ്റലി. ഇംഗ്ലീഷ് എളുപ്പമാണ്. ഇംഗ്ലീഷ് ഈസ് ഈസി. നിങ്ങളുടെ മക്കൾ വളരെ ബുദ്ധിയുള്ളവരാണ്. യുവർ ചിൽഡ്രൻ ആർ വെരി ഇന്റലിജന്റ്. ഈ ചീസ് രുചികരമാണ്. ദിസ് ചീസ് ഈസ് വെരി ടേസ്റ്റി. നിങ്ങളുടെ വസ്ത്രം വളരെ മലിനമാണ്. യുവർ ക്ലോത്ത്സ് ആർ വെരി ഡേർട്ടി. എന്താ ഡേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാണ് എന്നുള്ളതാണ് കേട്ടോ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ. ഇനിയും നമുക്കൊരു 4-5 എക്സാംസ് നോക്കി നോക്കാം അല്ലെ. നിങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ്. ഇന്ന് നല്ല വാർത്തയാണ്. വെള്ളി വിലയേറിയതാണ്. വെള്ളത്തിനു ചൂടാണ്. ഈ ഷൂ വളരെ വിലയേറിയതാണ്. ഇതെന്റെ വെള്ളക്കുപ്പികളാണ്. ഹിന്ദി എളുപ്പമാണോ എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇത് വളരെ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കി നോക്കാം അല്ലെ. നിങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ്. യുവർ ചിൽഡ്രൻ ആർ വെരി സ്മാർട്ട്. എന്താണ്? നിങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ്. യുവർ ചിൽഡ്രൻ ആർ വെരി സ്മാർട്ട്. ഇന്ന് നല്ല വാർത്തയാണ്. The news is good today. എന്താണ്? The news is good today. വെള്ളി വിലയേറിയതാണ്. വെള്ളിക്ക് എന്താ പറയാ? സിൽവർ. സിൽവർ ഈസ് എക്സ്പെൻസീവ്. വെള്ളത്തിന് ചൂടാണ്. The water is very hot. എന്താണ്? The water is very hot. ഈ ഷൂ വളരെ വിലയേറിയതാണ്. The shoes are very expensive. എന്താണ്? The shoes are very expensive. ഇതെന്റെ വെള്ളക്കുപ്പികളാണ്. These are my water bottles. These are my water bottles. ഹിന്ദി എളുപ്പമാണോ? Is ഹിന്ദി easy. മലയാളം എളുപ്പമാണോ? Is മലയാളം easy. ഇംഗ്ലീഷ് എളുപ്പമാണോ? ഈസ് ഇംഗ്ലീഷ് ഈസി. കണ്ടോ? വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലെ. നിങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ്. യുവർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കൾ ആർ വെരി സ്മാർട്ട്. വളരെ ഉഷാറാണ്. നിങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ്. യുവർ ചിൽഡ്രൻ ആർ വെരി സ്മാർട്ട്. ഇന്ന് നല്ല വാർത്തയാണ്. The news is good today. The news is good today. വെള്ളി വിലയേറിയതാണ്. സിൽവർ ഈസ് എക്സ്പെൻസീവ്. എന്താണ്?
സിൽവർ ഈസ് എക്സ്പെൻസീവ്. വെള്ളത്തിന് ചൂടാണ്. ദ വാട്ടർ ഈസ് വെരി ഹോട്ട്. എന്താണ്? വെള്ളത്തിന് ചൂടാണ്. ദ വാട്ടർ ഈസ് വെരി ഹോട്ട്. ഈ ഷൂ വളരെ വിലയേറിയതാണ്. The shoes are very expensive. ഈ ഷൂ വളരെ വിലയേറിയതാണെന്ന് ഇങ്ങനെ പറയാം. The shoes are very expensive. ഇതിന്റെ വെള്ള കുപ്പികളാണ്. These are my water bottles. ഇതിന്റെ വെള്ള കുപ്പികളാണെന്ന് ഇങ്ങനെ പറയാം. These are my water bottles. ഹിന്ദി എളുപ്പമാണോ? Is ഹിന്ദി easy. മലയാളം എളുപ്പമാണോ? Is മലയാളം easy. ഇംഗ്ലീഷ് എളുപ്പമാണോ? Is ഇംഗ്ലീഷ് ഈസി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് ദിവസവും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.